പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ biyindia.com/malayalam എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് 242-ാമത്തെ ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായങ്ങൾ 26-27, ഡാനിയേൽ പ്രവചനം അധ്യായം 8-9, സുഭാഷിതങ്ങൾ അധ്യായം 16 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. നമുക്ക് വചനം വായിക്കാം. നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മെയും വായിക്കുന്നു. ജെറമിയ അധ്യായം 26. ജെറമിയ ന്യായാസനത്തിങ്കൽ. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്ന് ഈ വചനം ഇപ്രകാരം ഉണ്ടായി. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നീ കർത്താവിൻ്റെ ആലയാങ്കണത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധിക്കാനായി വരുന്ന യൂദാ പട്ടണങ്ങൾക്കെല്ലാം എതിരെ അവരോട് സംസാരിക്കാനായി ഞാൻ കൽപ്പിച്ച എല്ലാ വചനങ്ങളും പ്രഖ്യാപിക്കുക. ഒരു കാര്യവും വിട്ടുകളയരുത്. ഒരുപക്ഷെ അവർ അത് ശ്രദ്ധിച്ച് ഓരോരുത്തനും തൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അങ്ങനെ അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം അവരോട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ നിയമത്തിൽ ചരിക്കാൻ എന്നെ ശ്രവിക്കുകയില്ലെങ്കിൽ, തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്ന എൻ്റെ ദാസരായ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ, ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും, ഈ നഗരത്തെ ഭൂമിയിലെ സകല ജനതകൾക്കും ശാപമാക്കി മാറ്റും. കർത്താവിൻ്റെ ഭവനത്തിൽ വെച്ച് ജെറമിയ ഈ വാക്കുകൾ സംസാരിക്കുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. മുഴുവൻ ജനത്തോടും സംസാരിക്കാൻ കർത്താവ് കൽപ്പിച്ചതെല്ലാം ജെറമിയ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, നീ നിശ്ചയമായും മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും അവനെ പിടികൂടി. ഈ ആലയം ഷീലോ പോലെയാകും, നിവാസിയില്ലാതെ ഈ നഗരം വിജനമാകുമെന്ന് നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന്? ജനം മുഴുവൻ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ്റെ അരികിൽ സമ്മേളിച്ചു. യൂദായിലെ പ്രഭുക്കന്മാർ ഇക്കാര്യങ്ങൾ കേട്ടു. അവർ രാജകൊട്ടാരത്തിൽ നിന്ന് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്ന് കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുതുകവാടവാതിൽക്കൽ ആസനസ്ഥരായി. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടുമായി ഇപ്രകാരം പറഞ്ഞു: ഇയാൾക്ക് മരണവിധി തന്നെ. എന്തെന്നാൽ നിങ്ങളുടെ കാതുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടതുപോലെ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രഭുക്കന്മാരോടും ജനം മുഴുവനോടുമായി ജെറമിയ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കേട്ട വാക്കുകളെല്ലാം ഈ ആലയത്തിനും ഈ നഗരത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥത്തെക്കുറിച്ച് കർത്താവ് അനുതപിക്കേണ്ടതിന് ഇപ്പോൾ നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. ഞാനിതാ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ദൃഷ്ടികളിൽ നല്ലതും യുക്തവുമായതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുവിൻ. എന്നാൽ നിശ്ചയമായും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ തീർച്ചയായും നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും അതിൻ്റെ നിവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും നിങ്ങൾ സമ്മാനിക്കുന്നത്. എന്തെന്നാൽ ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ കാതുകളിൽ പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനം മുഴുവനും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു: ഇയാൾക്ക് ഒരു മരണവിധിയുമില്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇവൻ നമ്മോട് സംസാരിച്ചത്. അപ്പോൾ ദേശത്തെ ശ്രേഷ്ഠന്മാരിൽ നിന്നുള്ള ചിലർ എഴുന്നേറ്റ് ജനസഭ മുഴുവനോടുമായി ഇപ്രകാരം പറഞ്ഞു: യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് മൊറേഷത്തുകാരനായ മിഖായിരുന്നു പ്രവാചകൻ. അവൻ യൂദാ ജനം മുഴുവനോടുമായി ഇപ്രകാരം പറഞ്ഞു: സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, സിയോൻ വയൽ ഉഴുതുമറിക്കപ്പെടും, ജെറുസലേം ഒരു കൽക്കൂമ്പാരമായിരിക്കും, ആലയപർവ്വതം വനപർവ്വതവും. എന്നിട്ട് യൂദാ രാജാവായ ഹെസക്കിയായും യൂദാ മുഴുവനും അവനെ വധിക്കാൻ തുനിഞ്ഞോ? അവൻ കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കുകയുമല്ലേ ചെയ്തത്? അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥത്തെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുതപിച്ചു. എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ ചെയ്തു വെക്കുന്നത്. കിരിയാത്ത് യെയാറിമിലെ
ഷെമായായുടെ പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചിരുന്നു. അവൻ ഈ നഗരത്തിനെതിരായും ഈ ദേശത്തിനെതിരായും ജെറമിയായുടെ എല്ലാ വചസ്സുകൾക്കും സമാനമായി പ്രവചിച്ചു. യെഹോയാക്കീം രാജാവും അവൻ്റെ എല്ലാ പടയാളികളും എല്ലാ പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകൾ കേട്ടു. അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഊറിയ ഇത് കേട്ട് ഭയപ്പെട്ട് പലായനം ചെയ്ത് ഈജിപ്തിലെത്തിച്ചേർന്നു. യെഹോയാക്കീം രാജാവ് ഈജിപ്തുകാരനായ ഒരുവനെയും അക്ബോറിൻ്റെ മകൻ എൽനാഥാനെയും അവനോടൊപ്പം ഉണ്ടായിരുന്നവരെയും ഈജിപ്തിലേക്ക് അയച്ചു. അവർ ഊറിയായെ ഈജിപ്തിൽ നിന്ന് പുറത്തിറക്കി യെഹോയാക്കീം രാജാവിൻ്റെ അടുക്കൽ എത്തിച്ചു. രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് അവൻ്റെ ജഡം പൊതുശ്മശാനത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ ജനം ജെറമിയായെ വധിക്കാൻ അവരുടെ കരത്തിലേക്ക് അവനെ വിട്ടുകൊടുക്കാതിരിക്കാൻ ഷാഫാന്റെ പുത്രൻ അഹീക്കാമിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ജെറമിയ അധ്യായം 27. ബാബിലോണിൻ്റെ നുകം. യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ യെഹോയാക്കീമിൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് ഈ വചനം ഇപ്രകാരമുണ്ടായി. കർത്താവ് എന്നോട് ഇങ്ങനെ അരുൾ ചെയ്തു: നിനക്കായി ചങ്ങലകളും നുകങ്ങളും ഉണ്ടാക്കി അവ നിന്റെ കഴുത്തിൽ വെക്കുക. യൂദാ രാജാവായ സിദെക്കീയായുടെ അടുക്കൽ ജെറുസലേമിൽ വരുന്ന ദൂതന്മാർ വശം ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യരുടെ രാജാവിനും ടൈർ രാജാവിനും സീദോൻ രാജാവിനും അവ കൊടുത്തയക്കുക. തങ്ങളുടെ യജമാനന്മാരുടെ പക്കലേക്ക് അവരെ നീ ഇപ്രകാരം നിയോഗിക്കണം: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരോട് ഇങ്ങനെ പറയണം: ഭൂമിയെയും ഭൂമുഖത്തുള്ള മനുഷ്യഗണത്തെയും മൃഗഗണത്തെയും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും സൃഷ്ടിച്ചത് ഞാനാണ്. എൻ്റെ ദൃഷ്ടികളിൽ ഋജുവായുള്ളവന് ഞാനത് നൽകും. ഇപ്പോൾ ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഞാൻ ഈ ദേശങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. അവനെ സേവിക്കാൻ വയലിലെ മൃഗഗണത്തെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ സ്വന്തം ദേശത്തിൻ്റെ തന്നെ സമയം വരുന്നതുവരെ സേവിക്കും. പിന്നീട് അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ സേവകനാക്കും. അവനെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് വെച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഞാൻ ശിക്ഷിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരെയും പ്രശ്നക്കാരെയും സ്വപ്നക്കാരെയും ശകുനക്കാരെയും ക്ഷുദ്രക്കാരെയും നിങ്ങൾ അനുസരിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്താനും അങ്ങനെ നിങ്ങൾ നശിക്കാനും വേണ്ടി നുണയാണ് അവർ നിങ്ങളോട് പ്രവചിക്കുന്നത്. ബാബിലോൺ രാജാവിൻ്റെ നുകത്തിലേക്ക് സ്വന്തം കഴുത്ത് വെച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയ്ക്ക് സ്വന്തം മണ്ണിൽ ഞാൻ വിശ്രമം നൽകും. അവർ കൃഷി ചെയ്ത് അതിൽ ജീവിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. യൂദാ രാജാവായ സിദെക്കീയായോടും ഈ വചനങ്ങളെല്ലാം അനുസരിച്ച് ഞാൻ ഇപ്രകാരം സംസാരിച്ചു പറഞ്ഞു: ബാബിലോൺ രാജാവിൻ്റെ നുകത്തിലേക്ക് നിങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്ത് അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുവിൻ. ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും എന്തിനു മരിക്കണം? ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് നിങ്ങളോട് പറയുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. എന്തെന്നാൽ നുണയാണ് അവർ നിങ്ങളോട് പ്രവചിക്കുന്നത്. തീർച്ചയായും ഞാൻ അവരെ അയച്ചിട്ടില്ല. കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആട്ടിയോടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജമായി പ്രവചിക്കുന്നത്. പുരോഹിതന്മാരോടും ഈ ജനം മുഴുവനോടും ഞാൻ ഇപ്രകാരം പ്രഖ്യാപിച്ചു: കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ഇതാ കർത്തൃഭവനത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടൻ തന്നെ തിരികെ കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങളോട് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കരുത്. എന്തെന്നാൽ അവർ നുണയാണ് പ്രവചിക്കുന്നത്. അവരെ നിങ്ങൾ ശ്രവിക്കരുത്. ബാബിലോൺ രാജാവിനെ സേവിച്ച് ജീവിക്കുവിൻ. എന്തിന് ഈ നഗരം ശൂന്യമാകണം? അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിൻ്റെ വചനം അവരോട് കൂടെയുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ശേഷിക്കുന്ന ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് എത്താതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ, ഈ പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. അതായത് യൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ പുത്രൻ യെക്കോണിയായെയും യൂദായിലെയും ജെറുസലേമിലെയും എല്ലാ കുലീനരെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് വിപ്രവാസത്തിലാക്കിയപ്പോൾ അവൻ എടുക്കാതിരുന്നവയെ സംബന്ധിച്ച് തന്നെ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ്
അവിടുത്തെ ആലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: അവ ബാബിലോണിലേക്ക് എത്തിച്ചേരും. ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിനം വരെ അവ അവിടെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ദാനിയേൽ അധ്യായം 8. ആട്ടുകൊറ്റന്മാർ. ആദ്യം എനിക്ക് കാണപ്പെട്ടതിന് ശേഷം ബൽഷാസർ രാജാവിൻ്റെ ഭരണത്തിൻ്റെ 3-ാം വർഷവും ദാനിയേലായ എനിക്ക് ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു, ഞാൻ ഏലാം പ്രവിശ്യയിൽ തലസ്ഥാനമായ സൂസായിലായിരുന്നപ്പോൾ എൻ്റെ കാഴ്ചയിലുണ്ടായത് ഇതാണ്. ഞാൻ ഉലായി പുഴയ്ക്കരികിലാണെന്നാണ് ദർശനത്തിൽ ഞാൻ കണ്ടത്. ഞാൻ കണ്ണുകൾ ഉയർത്തി നോക്കി, ഇതാ ഒരു മുട്ടാട് പുഴയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു. അതിന് 2 കൊമ്പുകൾ. ആ കൊമ്പുകൾ ഉയരമുള്ളവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടിയത് പിന്നീട് മുളച്ചതാണ്. ആ മുട്ടാട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു കയറുന്നത് ഞാൻ കണ്ടു. അവന് മുന്നിൽ ഒരു മൃഗവും പിടിച്ചു നിന്നില്ല. അവൻ്റെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനായി ആരുമുണ്ടായില്ല. അവൻ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ വിവേചിച്ചറിഞ്ഞുകൊണ്ടിരിക്കെ ഇതാ ഒരു കോലാട്ടുകൊറ്റൻ ഭൂതലം മുഴുവനും മേൽ നിലം തൊടാതെ പടിഞ്ഞാറ് നിന്ന് വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ സ്പഷ്ടമായ ഒരു കൊമ്പുണ്ടായിരുന്നു. അവൻ പുഴയ്ക്ക് മുമ്പിൽ നിൽക്കുന്നതായി ഞാൻ കണ്ട ഇരട്ടക്കൊമ്പൻ മുട്ടാടിനടുത്ത് വരെ എത്തി. ശക്തമായ ക്രോധത്തോടെയാണ് അവൻ മറ്റവന് നേർക്ക് പാഞ്ഞെത്തിയത്. അവൻ മുട്ടാടിനോടടുത്ത് വരുന്നതും അവന് നേർക്ക് കോപിഷ്ഠനാകുന്നതും ഞാൻ കണ്ടു. അവൻ ആ മുട്ടാടിനെ ഇടിച്ച് അവൻ്റെ 2 കൊമ്പുകളും തകർത്തു. അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി മുട്ടാടിനില്ലായിരുന്നു. പിന്നെ അതവനെ നിലത്തേക്ക് മറിച്ചിട്ട് ചവിട്ടിമതിച്ചു. അതിൻ്റെ കയ്യിൽ നിന്ന് മുട്ടാടിന് ഒരു വിമോചകനുണ്ടായിരുന്നില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ ഏറെ വളർന്നു. പക്ഷേ അവൻ ശക്തനായിക്കൊണ്ടിരിക്കുമ്പോൾ ആ വലിയ കൊമ്പ് ഒടിക്കപ്പെട്ടു. അതിൻ്റെ സ്ഥാനത്ത് സ്പഷ്ടമായ 4 എണ്ണം 4 ദിക്കുകളിലെ ആകാശവായുക്കളിലേക്കും മുളച്ചു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറുതിൽ നിന്ന് മറ്റൊരു കൊമ്പ് പുറപ്പെട്ട് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിലേക്കും സവിശേഷമായി വളർന്നു. അത് വാന സൈന്യത്തോളം വലുതായി. ആ സൈന്യത്തിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ചിലതിനെ അത് ഭൂമിയിലേക്ക് വീഴ്ത്തി ചവിട്ടിയരച്ചു. സൈന്യാധിപസ്ഥാനം വരെ അത് വളർന്നു. അവൻ മൂലം നിരന്തരയാഗം മുടക്കപ്പെടുകയും ശ്രീകോവിലിൻ്റെ മന്ദിരം മറിച്ചിടപ്പെടുകയും ചെയ്തു. നിരന്തരയാഗത്തിനെതിരെ അതിക്രമത്തിലൂടെ ഒരു സൈന്യം നിയോഗിക്കപ്പെട്ടു. അത് സത്യത്തെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് കർമ്മനിരതമായി വിരാജിച്ചു. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിക്കുന്ന ആ അജ്ഞാതനോട് മറ്റൊരു പരിശുദ്ധൻ ചോദിച്ചു: അതിക്രമം നാശം വിതയ്ക്കുന്നതും വിശുദ്ധ മന്ദിരവും സൈന്യവും ചവിട്ടിമെതിക്കപ്പെടുന്നതുമായ നിരന്തര യാഗദർശനം എത്ര നാളത്തേക്ക്? അപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു, 2300 സന്ധ്യയും പ്രഭാതവും തികയും വരെ. അപ്പോൾ വിശുദ്ധ സ്ഥലം പുനരുദ്ധരിക്കപ്പെടും. ദാനിയേലായ ഞാൻ ഈ ദർശനം കണ്ടപ്പോൾ ഉൾക്കാഴ്ച തേടുകയായിരുന്നു. അപ്പോൾ ഇതാ എനിക്ക് അഭിമുഖമായി ആൾരൂപം പോലെ ആരോ നിൽക്കുന്നു. ഉലായി മധ്യത്തിൽ ഒരു മനുഷ്യസ്വരം ഞാൻ കേട്ടു. അത് വിളിച്ചു പറഞ്ഞു: ഗബ്രിയേൽ, കാഴ്ച ഇവന് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ നിന്നതിന് ചാരെ അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹ്വലനായി മുഖം മുട്ട വീണു. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, ഈ ദർശനം അവസാന കാലത്തിനുള്ളതാണ് എന്ന് ഗ്രഹിച്ചുകൊള്ളുക. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിലത്തേക്ക് മുഖം കുത്തി മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ പിടിച്ച് ഞാൻ നിന്നെടുത്ത് നിർത്തി. അവൻ പറഞ്ഞു: ഇത് യുഗാന്തത്തിനുള്ളതായതുകൊണ്ട് ഇതാ രോഷത്തിനൊടുവിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിന്നെ അറിയിക്കുകയാണ്. ഇരട്ടക്കൊമ്പനായി നീ കണ്ട മുട്ടാട് മേദിയായുടെയും പേർഷ്യയുടെയും രാജാക്കന്മാരാണ്. കോലാട്ടുകൊറ്റൻ യവന രാജാവാണ്. അവൻ്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. അത് തകർക്കപ്പെടുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് 4 എണ്ണം നിൽക്കും. അവൻ്റെ ശക്തിയോടെ അല്ലെങ്കിലും ജനതയിൽ നിന്ന് 4 രാജ്യങ്ങൾ നിലവിലുണ്ടാകും. അവരുടെ ഭരണത്തിൻ്റെ ഉത്തരഘട്ടത്തിൽ അതിക്രമങ്ങൾ അവസാനിക്കുമ്പോൾ ക്രൂരവദനനും ഉപജാപനിപുണനുമായ ഒരു രാജാവ് സ്ഥാനം പിടിക്കും. സ്വന്തം ശക്തിയാലല്ലെങ്കിലും അവൻ്റെ ശക്തി ഉറച്ചതായിരിക്കും. അവൻ അതിശയകരമായവ നശിപ്പിക്കും. അവൻ വിരാജിച്ച് കർമ്മനിരതനാകും. ശക്തരെയും പരിശുദ്ധരുടെ ജനത്തെയും അവൻ നശിപ്പിക്കും. തൻ്റെ കുശാഗ്രബുദ്ധിയോട് ചേർന്ന് അവൻ തൻ്റെ കൈകൊണ്ട് വഞ്ചന വിരാജിതമാക്കും. തൻ്റെ ഹൃദയത്തിൽ അവൻ അഹങ്കരിക്കും. ഉദാസീനതയിൽ അവൻ അനേകരെ നശിപ്പിക്കും. അധിപന്മാരുടെ അധിപനെതിരെ അവൻ പിടിച്ചു നിൽക്കും. എന്നാൽ ശക്തി പാരമ്യത്തിൽ അവൻ തകർക്കപ്പെടും. സന്ധ്യ പ്രഭാത കാഴ്ചയായി പറയപ്പെട്ടത് സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്കുള്ളതാകയാൽ ദർശനം നീ രഹസ്യമായി സൂക്ഷിക്കുക. ദാനിയേലായ ഞാൻ ക്ഷീണിച്ച് ദിവസങ്ങളോളം രോഗിയായി തീർന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ ജോലികൾ ചെയ്തു.
ബോധപൂർവമല്ലെങ്കിലും കാഴ്ചയെ പ്രതി ഞാൻ സംഭ്രാന്തനായിരുന്നു. ദാനിയേൽ അധ്യായം 9. വർഷങ്ങളുടെ 70 ആഴ്ചകൾ. കൽദായരുടെ രാജ്യം ഭരിച്ചിരുന്നവനും മേദിയാക്കാരൻ്റെ സന്തതിയായ അഹസ്വേരുസിൻ്റെ മകനുമായ ദാരിയൂസിൻ്റെ 1-ാം വർഷം, അവൻ്റെ വാഴ്ചയുടെ 1-ാം വർഷം, ദാനിയേലായ ഞാൻ ജെറുസലേമിൻ്റെ നാശാവസ്ഥയ്ക്കുള്ള 70 വർഷങ്ങൾ പൂർത്തിയാകാൻ ആവശ്യമായ വർഷങ്ങളുടെ എണ്ണം ജെറമിയ പ്രവാചകനോടുള്ള കർത്തൃവചനമായിരുന്ന ഗ്രന്ഥങ്ങളിലൂടെ ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവാസവും ചാക്കും ചാരവുമായി പ്രാർത്ഥനയും കൃപായാചനകളും നടത്താൻ ദൈവമായ നാഥൻ്റെ നേർക്ക് മുഖം തിരിച്ചു. എൻ്റെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, അല്ലയോ കർത്താവേ, തന്നെ സ്നേഹിക്കുന്നവരോടും തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരോടും കാരുണ്യവും ഉടമ്പടിയും പാലിക്കുന്ന വലിയവനും ഭീതിതനുമായ ദൈവമേ, അങ്ങയുടെ കൽപ്പനകളിൽ നിന്നും ന്യായപ്രമാണങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ഞങ്ങൾ പാപം ചെയ്തു, അകൃത്യം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ദുഷ്ടരും ധിക്കാരികളുമായി തീർന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനം മുഴുവനോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസരായ പ്രവാചകരുടെ നേർക്ക് ഞങ്ങൾ ചെവി ചായ്ച്ചില്ല. നാഥ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾക്കോ, അതായത് യൂദാ പൗരഗണത്തിനും ജെറുസലേം നിവാസികൾക്കും അങ്ങയ്ക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം എല്ലാ ദേശങ്ങളിലേക്കും അങ്ങ് ചിതറിച്ച സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ മുഴുവനും ഇന്നത്തെ പോലെ ലജ്ജാമുഖമാണുള്ളത്. കർത്താവെ, അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത ഞങ്ങൾക്കുള്ളതാണ്, അതായത് ഞങ്ങളുടെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പിതാക്കന്മാർക്കും ഉള്ളതാണ് ലജ്ജാമുഖം. ഞങ്ങളങ്ങേ ധിക്കരിച്ചിട്ടും ഞങ്ങളുടെ ദൈവമായ നാഥനുള്ളത് ആർദ്രതയും പാപപൂർതിയുമാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകർ വഴി ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടിയ തൻ്റെ നിയമങ്ങളിൽ വ്യാപരിക്കാനുള്ള അവിടുത്തെ ക്ഷണം ഞങ്ങൾ അനുസരിച്ചില്ല. അങ്ങയുടെ സ്വരം അനുസരിക്കാതിരിക്കാൻ അങ്ങയുടെ നിയമം ലംഘിച്ച് ഇസ്രായേൽ മുഴുവനും പുറം തിരിഞ്ഞു. ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരുന്ന ശാപവും ശപഥവും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ മേൽ വലിയ കഷ്ടത വരുത്തുമെന്ന് ഞങ്ങൾക്കെതിരെയും ഞങ്ങളെ ന്യായപാലനം ചെയ്ത ഞങ്ങളുടെ ന്യായാധിപന്മാർക്കെതിരെയും അവിടുന്ന് പ്രസ്താവിച്ച വാക്കുകൾ അങ്ങ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ജെറുസലേമിൽ ചെയ്യപ്പെട്ടതുപോലെ ആകാശം മുഴുവനും കീഴേ അത് ചെയ്യപ്പെട്ടിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഈ കഷ്ടത ഞങ്ങളുടെ മേൽ വന്നുകൂടി. എന്നിട്ടും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സത്യത്തിൽ ശ്രദ്ധ പുലർത്താനും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാനും വേണ്ടി അങ്ങയുടെ മുഖം ഞങ്ങൾ പ്രസാദിപ്പിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് അനർത്ഥത്തിനായി കാത്തിരുന്നതും അത് ഞങ്ങളുടെ മേൽ വരുത്തിയതും. ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ സംബന്ധിച്ചും നീതിമാനാണല്ലോ. ഞങ്ങളാണ് അവിടുത്തെ സ്വരം അനുസരിക്കാതിരുന്നത്. ഞങ്ങളുടെ ദൈവമായ നാഥ, ശക്തമായ കരത്താൽ ഈജിപ്ത് ദേശത്ത് നിന്ന് അങ്ങയുടെ ജനത്തെ പുറത്തു കൊണ്ടുവരികയും ഇന്നത്തേതുപോലെ ഒരു നാമം അങ്ങേക്കായി ഉണ്ടാക്കുകയും ചെയ്തവനെ, ഇപ്പോൾ ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടരായി തീർന്നിരിക്കുന്നു. നാഥ, അങ്ങയുടെ എല്ലാ നീതിപ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറുസലേം നഗരത്തിൽ നിന്ന് പിൻവാങ്ങട്ടെ. ഞങ്ങളുടെ പാപങ്ങളാലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും ജെറുസലേമും അങ്ങയുടെ ജനവും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, നാഥ, അങ്ങേ പ്രതി അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയിലേക്കും യാചനകളിലേക്കും ചെവിയോർത്ത് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ശ്രീകോവിലിനുമേൽ അങ്ങയുടെ മുഖം പ്രകാശിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ തകർച്ചകളെയും അങ്ങയുടെ നാമത്താൽ അറിയപ്പെടുന്ന നഗരത്തെയും കാണണമേ. എന്തെന്നാൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ യാചനകൾ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിപ്രവൃത്തികളെ പ്രതിയല്ല, മറിച്ച് അങ്ങയുടെ അളവറ്റ ആർദ്രതയെ പ്രതിയാണ്. നാഥ, ശ്രവിക്കണമേ. നാഥ, ക്ഷമിക്കണമേ. നാഥ, കരുതലോടെ വർത്തിക്കണമേ. വൈകരുതേ. എൻ്റെ ദൈവമേ, ഇതങ്ങയെ പ്രതിയാണ്. അങ്ങയുടെ നാമമാണല്ലോ അങ്ങയുടെ നഗരത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും വിളിച്ചപേക്ഷിക്കപ്പെടുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ പാപങ്ങളും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഞാൻ വീണ്ടും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയെ പ്രതി എൻ്റെ യാചന സമർപ്പിക്കുകയും ചെയ്തു. ഞാൻ വീണ്ടും പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരംഭത്തിലെ ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ എന്ന വ്യക്തി സായാഹ്നധാന്യയാഗത്തിൻ്റെ സമയത്തോടെ വേഗത്തിൽ പറന്ന് എൻ്റെ പക്കൽ വന്നെത്തി. അവൻ വന്ന് എന്നോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാനിയേലേ, നിന്നെ ഉൾക്കാഴ്ച നിപുണനാക്കാനാണ് ഞാനിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനം പുറപ്പെട്ടിരുന്നല്ലോ, അത് വിവരിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. എന്തെന്നാൽ നീ പ്രിയങ്കരനാണ്,
വചനത്തിൽ ഉൾക്കാഴ്ചയുള്ളവനാവുക, കാഴ്ചയിൽ വിവേചനം സിദ്ധിക്കുക. നിന്റെ ജനത്തിൻ്റെ മേലും വിശുദ്ധ നഗരത്തിൻ്റെ മേലും 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അക്രമം അവസാനിപ്പിക്കുന്നതിനും പാപങ്ങൾ മുദ്രവെക്കുന്നതിനും കുറ്റം പരിഹരിക്കുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തെയും പ്രവാചകനെയും മുദ്രവെക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലം അഭിഷേകം ചെയ്യുന്നതിനുമാണിത്. അതുകൊണ്ട് നീ ഗ്രഹിക്കുകയും വിവേചിച്ചറിയുകയും ചെയ്യണം. ജെറുസലേം പുനരുദ്ധരിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള വചനം പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു നായകൻ വരുന്നതുവരെ 7 ആഴ്ചകളാണ്. തുടർന്ന് 62 ആഴ്ചകൾ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വീഥിയും കിടങ്ങുമായി അത് പുനർനിർമ്മിതമാകും. 62 ആഴ്ചകൾക്ക് ശേഷം ആരുമില്ലാത്തവനായി അഭിഷിക്തൻ വിച്ഛേദിക്കപ്പെടും. വരാനിരിക്കുന്ന നായകന്റെ ജനം നഗരത്തെയും വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയത്തിലായിരിക്കും. നിർദ്ദിഷ്ട യുദ്ധത്തിൻ്റെ അവസാനം വരെ വിനാശങ്ങളായിരിക്കും. ഒരാഴ്ചക്കാലത്തേക്ക് അവൻ പലരോടും ഉടമ്പടി പ്രബലമാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും ധാന്യയാഗവും അവൻ മരവിപ്പിക്കും. വിനാശകന്റെ മേൽ നിർദ്ദിഷ്ടമായ സർവനാശം ചൊരിയുന്നതുവരെ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ വിനാശകൻ ഉണ്ടായിരിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 16 വാക്യങ്ങൾ 9 മുതൽ 12 വരെ. മനുഷ്യബുദ്ധി സ്വന്തം സരണി ആസൂത്രണം ചെയ്യുന്നു, കർത്താവത്രേ അവൻ്റെ കാലടി ഉറപ്പിക്കുന്നത്. രാജാവിൻ്റെ അധരങ്ങളിൽ അരുളപ്പാടുണ്ട്, ന്യായവിധിയിൽ അവൻ്റെ അധരം അവിശ്വസ്തമാവുകയില്ല. കൃത്യതയുള്ള അളവും ത്രാസും കർത്താവിൻ്റേതാണ്. സഞ്ചിയുടെ തൂക്കകെട്ടികളെല്ലാം അവിടുത്തെ നിർമ്മിതിയാണ്. ദുഷ്ടതയുടെ പ്രവൃത്തികൾ രാജാക്കന്മാർക്ക് മ്ലേച്ഛതയാണ്. എന്തെന്നാൽ നീതിയാലാണ് സിംഹാസനം സംസ്ഥാപിതമാകുന്നത്. പ്രിയമുള്ളവരെ, 242 ദിവസത്തിലേക്ക് നമ്മളുടെ വചനവായന എത്തി നിൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ് ജെറമിയായിലൂടെയും അതുപോലെ ദാനിയേലിലൂടെയും ഇന്ന് നമ്മൾ വായിക്കുന്നത്. ജെറമിയ പ്രവാചകന്റെ ദേവാലയ പ്രസംഗം, അതായത് ഷീലോയിലെ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടതുപോലെ ജെറുസലേമിലെ സോളമൻ പണിത ദേവാലയവും നശിപ്പിക്കപ്പെടും എന്ന പ്രവചനം ജെറമിയായെ അനേകരുടെ ശത്രുവാക്കി മാറ്റി. ജെറമിയായെ വധിക്കുന്നതിന് പലരും ഉദ്യമിച്ചു. എന്നാൽ അഹീക്കാം ജെറമിയായുടെ സഹായത്തിനെത്തി. ജെറമിയായെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്നതായിട്ടാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. സെദക്കിയായുടെ കാലത്ത് ജെറമിയ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമായിരുന്നു ബാബിലോണിൻ്റെ നുകത്തിന് നിങ്ങൾ കീഴടങ്ങണം എന്നത്. ബാബിലോണിനെ എതിർക്കരുത്. ദൈവം അനുവദിച്ച ഒരു ശിക്ഷണ നടപടിയാണിത്. അതുകൊണ്ട് ബാബിലോൺ രാജാവിന് നെബൂഖദ്നേസറിന് വിധേയനായിരുന്നു കൊള്ളണം എന്ന് ദൈവമായ കർത്താവ് ജെറമിയായിലൂടെ അരുളി ചെയ്തു. സെദക്കിയ അങ്ങനെ നെബൂഖദ്നേസറിന് വിധേയനായിരുന്നെങ്കിൽ, മറുതലിക്കാതിരുന്നെങ്കിൽ ജെറുസലേം നശിപ്പിക്കപ്പെടുകയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ പ്രവചനത്തെ പ്രത്യക്ഷമായി സ്വീകരിച്ചു എന്ന് തോന്നുന്ന വിധത്തിലാണ് രാജാവും പ്രഭുക്കന്മാരും പ്രതികരിച്ചതെങ്കിലും പിന്നീട് നമ്മൾ കാണുന്നത് സെദക്കിയ നെബൂഖദ്നേസറിനോട് മറുതലിക്കുകയും നഗരം സമ്പൂർണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ദാനിയേലിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായത്തിൽ മേദിയ പേർഷ്യ രാജവംശത്തിന് ശേഷം ഗ്രീക്ക് രാജാവായ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മീദോ പേർഷ്യൻ രാജവംശത്തെ പരാജയപ്പെടുത്തും. വായുവേഗത്തിൽ പാഞ്ഞുവരുന്ന ഈ കോലാട്ടിൻ മുട്ടൻ അഥവാ ഗ്രീക്ക് രാജാവ് മേദിയ പേർഷ്യ രാജവംശത്തിൻ്റെ പരാജയത്തിനും അന്ത്യത്തിനും തുടക്കം കുറിക്കും എന്ന പ്രവചനമാണ് 8-ാമത്തെ അധ്യായത്തിൽ നൽകപ്പെട്ടത്. അതിനുശേഷം ആ ഗ്രീക്ക് സാമ്രാജ്യം 4 ഭാഗങ്ങളായി വിഭജിക്കപ്പെടുകയും അതിൻ്റെ ഉത്തരദിക്കിൽ നിന്ന് വരുന്ന സെലൂസിഡ് രാജാവായിരുന്ന അന്തിയോക്കസ് എപ്പിഫാനസ് പരിശുദ്ധരുടെ രാജ്യത്തിന്, ദൈവജനത്തിന് ഏൽപ്പിക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ചും 8-ാം അധ്യായത്തിലെ പ്രവചനങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി ഗൗരവമുള്ള മറ്റൊരു പ്രവചനമാണ് കാണുന്നത്. പ്രവാസത്തിൽ 70 വർഷങ്ങൾ തങ്ങൾ പൂർത്തിയാക്കി എന്നും, എന്നാൽ ജെറമിയായിലൂടെ ദൈവം പ്രവചിച്ചതനുസരിച്ച് 70 വർഷങ്ങൾ പൂർത്തിയായിട്ടും പ്രവാസം എന്തുകൊണ്ടാണ് അവസാനിക്കാത്തതും എന്നോർത്ത് ദാനിയേൽ പര്യാകുലനായി. ജെറമിയ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അനുതാപം പൂർണ്ണമാകുമെങ്കിലാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ പോകുന്നത്, പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നത്. തങ്ങളുടെ പാപപരിഹാരവും അനുതാപവും സമ്പൂർണ്ണമല്ലാത്തതുകൊണ്ടാവണം ബാബിലോണിൽ നിന്നുള്ള മോചനം വൈകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ദാനിയേൽ ജനത്തിൻ്റെ പ്രതിനിധിയായി മോശയെപ്പോലെ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി പാപപരിഹാരം യാചിക്കുന്ന പ്രാർത്ഥനയാണ് 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടത്.
ഈ യാചനകളുടനീളം അദ്ദേഹം പ്രകടിപ്പിച്ചതൊരു ചോദ്യമാണ്: ദൈവമേ, പ്രവാസം എന്നാണ് അവസാനിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ അവസാനം ഗബ്രിയേൽ ദൂതൻ മറുപടിയുമായി എത്തുന്നു. എന്നാൽ ഗബ്രിയേൽ പറയുന്ന മറുപടി ദാനിയേൽ പ്രതീക്ഷിച്ചിരുന്ന മറുപടിയല്ല. ഗബ്രിയേലിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രവാസം തൽക്കാലത്തേക്ക് അവസാനിച്ച് ജെറുസലേമിലേക്ക് ദൈവജനം മടങ്ങിപ്പോകുമെങ്കിലും യഥാർത്ഥത്തിൽ പ്രവാസം അവസാനിക്കുന്നത് ഇപ്പോഴല്ല. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും നീതി പുനഃസ്ഥാപിക്കപ്പെടുകയും അഭിഷിക്തനായ ഒരുവൻ, അതായത് മിശിഹ വരികയും ചെയ്യുന്ന ആ സമയത്തെയാണ് പ്രവാസത്തിൽ നിന്നുള്ള മോചനമായി ഗബ്രിയേൽ അവതരിപ്പിക്കുന്നത്. അഭിഷിക്തൻ അഥവാ മിശിഹ വരുന്നതുവരെ ഇനിയും ഏതാണ്ട് 490 അഥവാ 500 വർഷങ്ങൾ എടുക്കുമെന്നും അതിനുശേഷം അഭിഷിക്തൻ വരുമെന്നും ജെറുസലേം പുനരുദ്ധരിക്കപ്പെടുമെന്നും അഭിഷിക്തൻ വിച്ഛേദിക്കപ്പെടുമെന്നും ഗബ്രിയേൽ അറിയിക്കുന്നു. ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ വിശദാംശങ്ങളുണ്ട്. അതായത് ദാനിയേലിന് വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിലും ദൂതൻ പറയുന്നത് മിശിഹായുടെ വരവിനെക്കുറിച്ചാണ്. എന്താണ് മിശിഹായുടെ വരവും പ്രവാസവും തമ്മിൽ ദൂതൻ ബന്ധിപ്പിക്കുന്നതിൻ്റെ കാരണം? ഗബ്രിയേൽ മാലാഖ പറയുന്നതനുസരിച്ച് ഭൂമിശാസ്ത്രപരമായി നിങ്ങൾ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിയെത്തും. ജിയോഗ്രഫിക്കലി എക്സൈൽ അവസാനിക്കും. എന്നാൽ ആത്മീയമായി പ്രവാസത്തിൽ നിന്നുള്ള മടക്കയാത്ര ഇനിയും വൈകും. ഈ ആത്മീയമായ മടക്കം, പ്രവാസത്തിൽ നിന്നുള്ള ആത്മീയമായ മോചനം സംഭവിക്കുന്നത് നൂറ്റാണ്ടുകളായി ജനത കാത്തിരിക്കുന്ന അഭിഷിക്തനായ രാജാവിൻ്റെ മിശിഹായുടെ വരവോടുകൂടിയാണ്. ആ മിശിഹ വന്ന് ജെറുസലേം പുനരുദ്ധരിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നീതി സ്ഥാപിക്കുന്നതുവരെ ഇനിയും ഏകദേശം 500 വർഷങ്ങളെടുക്കും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാസം അവസാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ച ഈ ചിന്ത പുതിയ നിയമം വായിക്കുമ്പോൾ ഒരിക്കൽ കൂടി വീണ്ടും നമ്മൾ ഓർമ്മിച്ചെടുക്കും. അതുകൊണ്ട് ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഭൂമിശാസ്ത്രപരമായി ജിയോഗ്രഫിക്കലായി ബാബിലോണിൽ നിന്ന് അവർ ജെറുസലേമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രവാസം അവസാനിച്ചിട്ടില്ലായിരുന്നു. അത് അവസാനിക്കുന്നത് മിശിഹായുടെ വരവോടുകൂടിയായിരിക്കും എന്നാണ് അവർ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവിക വെളിപാട്. സൂക്ഷ്മമായതും നിഗൂഢമായതുമായ ഭാഷയിലൂടെയാണ് പ്രവചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവചനത്തെയും കൃത്യമായി വ്യക്തമായി ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുക പലപ്പോഴും ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിലെയും വെളിപാട് പുസ്തകത്തിലെയും പ്രവചനങ്ങൾ. അഭിഷിക്തൻ ആരുമില്ലാത്തവനായി വിച്ഛേദിക്കപ്പെടും എന്ന സൂചന മിശിഹായുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനുശേഷം വിശുദ്ധ നഗരവും ജെറുസലേമും നശിപ്പിക്കപ്പെടുമെന്നത് മിശിഹായുടെ മരണത്തിന് 40 വർഷങ്ങൾക്ക് ശേഷം ജെറുസലേം റോമാ സാമ്രാജ്യത്താൽ നശിപ്പിക്കപ്പെടും എന്ന സൂചനയുമാണ്. നിങ്ങളുടെ ഈ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനും നന്മയിൽ വ്യാപരിക്കാനും ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകുകയാണ്. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം, ദൈവമഹത്വത്തിനായി ജീവിക്കാം. നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.